കശ്യപമഹർഷിക്കും അദിതിക്കും വിവസ്വാൻ എന്നൊരു മകനുണ്ടായിരുന്നു. സൂര്യൻ അഥവാ മാർത്താണ്ഡൻ എന്നും അറിയപ്പെടുന്ന സൂര്യദേവനായിരുന്നു അദ്ദേഹം. വിശ്വകർമാവിന്റെ മകളായ സംജ്ഞയായിരുന്നു സൂര്യന്റെ ഭാര്യ. അവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ വൈവസ്വതമനുവും രണ്ടാമത്തെ മകൻ മരണത്തിന്റെ ദേവനായ യമൻ അഥവാ ശ്രാദ്ധദേവനുമായിരുന്നു. യമന് യമുന എന്നൊരു ഇരട്ട സഹോദരിയുണ്ടായിരുന്നു. സൂര്യന്റെ പ്രഭാവം വളരെ ശക്തമായതിനാൽ സംജ്ഞയ്ക്ക് സൂര്യന്റെ കൂടെ വസിക്കുക എന്നത് അസഹ്യമായിത്തീർന്നു. തന്റെ ശക്തിയിലൂടെ അവൾ തന്റെ ശരീരത്തിൽ നിന്ന് തന്റെ അതേ രൂപത്തിലുള്ള ഒരു പ്രതിബിംബം സൃഷ്ടിച്ചു. ഈ പ്രതിബിംബത്തെ ഛായ എന്നറിയപ്പെട്ടു. സംജ്ഞ ഛായയോട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ താപപ്രഭാവം എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. നീ ഇവിടെ താമസിക്കുക, സംജ്ഞയാണെന്ന് നടിക്കുകയും എന്റെ കുട്ടികളെ നോക്കുകയും ചെയ്യുക. ഒരു കാരണവശാലും ആരെയും അറിയിക്കരുത്. തീർച്ചയായും എന്റെ ഭർത്താവിനെ അറിയിക്കരുത് നീ സംജ്ഞയല്ലെന്ന്. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്യാം, ഛായ മറുപടി നൽകി. എന്നാൽ ആരെങ്കിലും എന്നെ ശപിക്കുകയോ മുടിക്ക് പിടിക്കുകയോ ചെയ്താൽ സത്യം വെളിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതയാകും. സംജ്ഞ അവളുടെ പിതാവായ വിശ്വകർമാവിന്റെ അടുത്തേക്ക് പോയി. ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങാൻ വിശ്വകർമാവ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ സംജ്ഞ അത് നിരസിച്ചു. പകരം അവൾ ഉത്തരകുരു എന്നറിയപ്പെടുന്ന ദേശത്തേക്ക് പോയി അവിടെ ഒരു പെൺകുതിരയായി ജീവിക്കാൻ തുടങ്ങി. അതേസമയം സംജ്ഞയ്ക്കു പകരം ഛായയാണെന്ന് മനസ്സിലാക്കാതിരുന്ന സൂര്യന് ഛായയിൽ 2 ആൺമക്കളുണ്ടായി. അവർക്ക് സാവർണി മനു എന്നും ശനി എന്നും പേരിട്ടു. സ്വന്തം കുട്ടികൾ ജനിച്ച ഉടൻ സംജ്ഞയുടെ കുട്ടികളോട് ഛായ മുമ്പ് കാണിച്ചിരുന്ന സ്നേഹം കാണിക്കാതായി. വൈവസ്വതമനു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അവൻ അവഗണന അവഗണിച്ചു. എന്നാൽ യമൻ അത്ര ക്ഷമയുള്ളവനായിരുന്നില്ല. കൂടാതെ അവൻ ചെറുപ്പവുമായിരുന്നു. അവൻ ഛായയെ ചവിട്ടാൻ കാലുയർത്തി. അപ്പോൾ ഛായ യമനെ അവന്റെ കാലുകൾ അറ്റ്പോകട്ടെ എന്ന് ശപിച്ചു. യമൻ സൂര്യനോട് പരാതിപ്പെട്ടു, ഞാൻ അവരെ ശരിക്കും ചവിട്ടിയിട്ടില്ല. ഞാൻ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഒരമ്മ എപ്പോഴെങ്കിലും മക്കളെ ശപിക്കുമോ? അവൻ പറഞ്ഞു, എനിക്ക് ശാപം മാറ്റാൻ കഴിയില്ല. സൂര്യൻ മറുപടി നൽകി, പരമാവധി എനിക്ക് അതിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിയും. നിന്റെ കാലുകൾ ശരിക്കും അറ്റുപോകില്ല. നിന്റെ കാലിൽ നിന്നുള്ള കുറച്ച് മാംസം ഭൂമിയിലേക്ക് വീണ് പുഴുക്കളെ സൃഷ്ടിക്കും. അങ്ങനെ നീ ശാപത്തിൽ നിന്ന് മോചിതനാകും. അങ്ങനെയാണ് ഭൂമിയിൽ പുഴുക്കളുണ്ടായത്. എന്നിരുന്നാലും ഒരമ്മ എപ്പോഴെങ്കിലും മക്കളെ ശപിക്കുമോ എന്ന യമന്റെ ചോദ്യത്തിൽ ചില സത്യങ്ങളുണ്ടെന്ന് സൂര്യന് തോന്നി. സൂര്യൻ ഛായയോട് സത്യം ചോദിച്ചു. പക്ഷേ ഛായ ഒന്നും വെളിപ്പെടുത്തിയില്ല. സൂര്യൻ അവളുടെ മുടിക്ക് പിടിക്കുകയും അവളെ ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവളുടെ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടതിനാൽ ഛായ സത്യം വിളിച്ചു പറഞ്ഞു. വളരെ ദേഷ്യപ്പെട്ട സൂര്യൻ വിശ്വകർമാവിന്റെ വീട്ടിലേക്ക് പോയി. വിശ്വകർമാവ് സൂര്യനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. താങ്കളുടെ അമിതമായ ഊർജ്ജം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. വിശ്വകർമാവ് പറഞ്ഞു, താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അധിക ഊർജ്ജം കുറയ്ക്കാം. അപ്പോൾ സംജ്ഞയ്ക്ക് താങ്കളെ നോക്കാൻ കഴിയും. സൂര്യൻ ഈ നിർദ്ദേശത്തിന് സമ്മതിച്ചു. കുറച്ച് ഊർജ്ജം ഉപയോഗിച്ച് വിശ്വകർമാവ് സുദർശന ചക്രം എന്ന ആയുധം നിർമ്മിച്ചു. അത് ശിവന് സമ്മാനിച്ചു. സംജ്ഞ ഉത്തരക്കുരുവിൽ ഒരു പെൺകുതിരയുടെ രൂപത്തിലാണെന്ന് സൂര്യൻ കണ്ടെത്തി. സൂര്യൻ ഒരു കുതിരയുടെ രൂപത്തിൽ അവിടെ അവളോടൊപ്പം ചേർന്നു. കുതിരയുടെ രൂപത്തിൽ അവർക്ക് നാസത്യൻ എന്നും ദസ്രൻ എന്നും പേരുള്ള 2 ആൺമക്കളുണ്ടായി. കുതിര എന്നാൽ അശ്വം എന്നായതിനാൽ ആ കുമാരന്മാർ അശ്വിനികുമാരന്മാർ എന്ന് അറിയപ്പെട്ടു. അവർ ദേവവൈദ്യന്മാരായി മാറി. സൂര്യനും സംജ്ഞയും അവരുടെ കുതിരരൂപങ്ങൾ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ജീവിച്ചു.